ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർ സ്റ്റാറും സൂപ്പർ നടനും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച്. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ NTR നാഗേശ്വര റാവുവിനെ കുറിച്ച് പറയാം. NT രാമറാവു സൂപ്പർ സ്റ്റാറും നാഗേശ്വര റാവു സൂപ്പർ നടനുമാണ്. നാഗേശ്വര റാവു സൂപ്പർ നടനാന്ന് ചോദിച്ചാൽ സൂപ്പർ സ്റ്റാറാവില്ല. അവിടെ സൂപ്പർ സ്റ്റാർ NT രാമറാവു. തമിഴിൽ MGR ശിവാജിയും. MGR ആണ് സൂപ്പർ സ്റ്റാർ, ശിവാജി സൂപ്പർ നടൻ. അതേപോലെ മലയാളത്തിൽ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറാണ് സൂപ്പർ സ്റ്റാർ. സത്യം മാഷ് അഭിനയത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ശിവാജി NTR നാഗേശ്വര റാവു പോലെ MGR ശിവാജി പോലെ നസീർ സത്യം. ഇന്ത്യയിൽ ദിലീപ് കുമാറും ദേവാനന്ദും. അതായത് ദേവാനന്ദ് സൂപ്പർ സ്റ്റാർ, ദിലീപ് കുമാർ സൂപ്പർ നടൻ. ഇനി ഇതുപോലെ വേറെ അതിന് ശേഷം വരുന്നതാണ് രജനി കമൽ സൂപ്പർ നടൻ, രജനീകാന്ത് സൂപ്പർ സ്റ്റാർ. അതുപോലെ കന്നഡയിൽ അങ്ങനെ രണ്ടാളില്ല. കന്നഡയിൽ രാജ്കുമാറിൻ്റെ സൂപ്പർ നടനും സൂപ്പർ സ്റ്റാറും. അതുപോലെ മലയാളത്തിൽ പിന്നീട് വന്നതിൽ നസീർ സാറും സത്യമാഷിക്കും ശേഷം വന്ന നടന്മാരാണ് മോഹൻലാൽ, മമ്മൂട്ടി. അപ്പോൾ മോഹൻലാൽ സൂപ്പർ സ്റ്റാറും മമ്മൂട്ടി സൂപ്പർ നടനെന്ന് പറയാൻ പറ്റില്ല. അതിൽ സൂപ്പർ സ്റ്റാറും മോഹൻലാൽ തന്നെ, സൂപ്പർ നടനും മോഹൻലാൽ തന്നെ. അവിടെ ഒരു വ്യത്യാസം വന്നു. കന്നഡയിൽ രാജ്കുമാറിനെ പോലെ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്നല്ല, ഇപ്പോൾ രണ്ടാളും മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ നടനും അല്ല, സൂപ്പർ സ്റ്റാറും അല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 10-20 കൊല്ലം മുമ്പ് ഈ കന്നഡയിൽ രാജ്കുമാറിൻ്റെ മാതിരിയാണ് മലയാളത്തിൽ മോഹൻലാലിന് സൂപ്പർ സ്റ്റാർ, മോഹൻലാലിന് സൂപ്പർ നടനും മോഹൻലാലിന്. അല്ലാതെ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ, മമ്മൂട്ടി സൂപ്പർ നടൻ അങ്ങനെ പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഓക്കെ.